പരിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥങ്ങളിൽ അവസാനമായി ഇറക്കപ്പെട്ടതും അതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളുടെയും ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതും അന്ത്യനാൾ വരെ യാതൊരു വ്യതിയാനവുമില്ലാതെ ഇവിടെ നിലനിൽക്കുന്നതുമായ ഗ്രന്ഥമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിന് എന്നും ലൈവായി നിലനിൽക്കുന്ന ഏറ്റവും വലിയ മുഅ്ജിസത്ത് കൂടിയാണ് ഈ പരിശുദ്ധ ഖുർആൻ. പഠിക്കുന്തോറും അത്ഭുതത്തിൻ്റെ കലവറയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന അതിബൃഹത്തായ കാലാതിവർത്തിയായ ഗ്രന്ഥമാണ് ഖുർആൻ. കാലപ്പഴക്കം പരിശുദ്ധ ഖുർആനിൻ്റെ പുതുമയെയോ ഭാഷാ സൗന്ദര്യത്തെയോ ആശയഗാംഭീര്യത്തെയോ ഒരിക്കലും ഇല്ലാതെയാക്കുന്നില്ല. കാലങ്ങളെ അതിജയിച്ച് ലോകത്തിനു മുന്നിൽ വഴിവിളക്കായി എന്നും ഉയർന്നു നിൽക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിലുണ്ടായ ഒരു സംസാരത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, പിൽക്കാലത്ത് വരാൻ പോകുന്ന കുഴപ്പങ്ങളെ സംബന്ധിച്ച്, ഫിത്നകളെക്കുറിച്ച് അവിടുന്ന് പറയുകയായിരുന്നു, സതകൂനു ഫിത്ന കഖിതഇൽ ലൈലിൽ മുദ്ലിം, ഇരുൾ മുറ്റിയ രാത്രിയെപ്പോലെ അന്ധമായ, കാരണങ്ങൾ പോലും അറിയാത്ത കുഴപ്പങ്ങൾ അത് അടിക്കടി വന്നുകൊണ്ടിരിക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലി തങ്ങൾ പറഞ്ഞു, ഫഖുൽതു ലഹു മൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്. ഞാൻ ചോദിച്ചു, നബിയെ, അങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഖാല അൽ ഖുർആൻ, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി പരിശുദ്ധ ഖുർആനാണ്. എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ അതിനുള്ള മാർഗമാകുക? അവിടുന്ന് എന്നെ വിശദീകരിച്ചു, ഫഇന്ന ഫീഹി ഖബറു മൻ നബഉ മൻ കാന ഖബ്ലകും. ആ പരിശുദ്ധ ഖുർആനിൽ നിങ്ങളുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളുണ്ട്. വ ഖബറു മൻ ബഅദകും, വേറൊരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധം ഇനി നാളെ വരാൻ പോകുന്ന ഖിയാമത്ത് നാൾ വരേക്കും ഖിയാമത്ത് നാളിന് ശേഷം ഇവിടെ എന്തൊക്കെ നടക്കും എന്നുകൂടി പരാമർശിക്കുന്ന ഗ്രന്ഥം അതാണ് ഖുർആൻ. വഹുക്കുമു മാ ബൈന അയ്ദീകും, നിങ്ങൾ നിലവിൽ അഭിമുഖീകരിക്കുന്ന നിങ്ങളെ മുമ്പിലുള്ള പ്രശ്നങ്ങളുടെ വിധി തീർപ്പും ആ ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പ്രശ്നങ്ങൾക്കും ഖുർആൻ പരിഹാരമാണ്. കഴിഞ്ഞ കാലത്തെ ജനതയുടെ ചരിത്രം എന്ന് പറയുന്നത് പുതിയ സമൂഹത്തെ വഴി നടത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. ലോകത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഒരു കാലത്ത് സംഭവിച്ചതിൻ്റെ ആവർത്തനങ്ങളായിരിക്കും, അല്ലെങ്കിൽ സമാന സംഭവങ്ങളായിരിക്കും വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പോയകാല സമൂഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ എങ്ങനെയാണ് അവർ നേരിട്ടതെന്നും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവർ സ്വീകരിച്ച വഴി എന്തായിരുന്നു എന്നും ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ പുതിയ തലമുറക്ക് അതിനെ എളുപ്പം
അതിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. വിദഗ്ധര് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത് ഒരു വാഹനത്തിന്റെ ഇരു സൈഡിൽ ഘടിപ്പിച്ച കണ്ണാടി പോലെയാണ്. വാഹനത്തിന്റെ സൈഡ് കണ്ണാടിയിലൂടെ നമ്മൾ കാണുന്നത് പിന്നിട്ട പാതകളാണെങ്കിലും സുഗമമായി ഒരു ഡ്രൈവർക്ക് തൻ്റെ വാഹനത്തെ മുന്നോട്ട് നയിക്കാൻ പിന്നിട്ട പാത കാണേണ്ടതുണ്ട്. ഇതുപോലെയാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കഴിഞ്ഞകാല സമൂഹത്തിന്റെ ഉദ്ധാന പതനങ്ങളും വിജയപരാജയങ്ങളും അത് പഠിച്ചാൽ നമുക്ക് എളുപ്പം വഴി കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാകുന്ന ഗ്രന്ഥമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അത് മനുഷ്യനിർമ്മിതമല്ല. പ്രപഞ്ചാധിപനായ ത്രികാലജ്ഞനായ കാലാതീതനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരിക്കലും അനർത്ഥങ്ങൾ ഉണ്ടാവുകയില്ല, അനാവശ്യങ്ങൾ ഉണ്ടാകുകയില്ല. പിഴവുകളും അതുപോലെ തന്നെയുള്ള സാധാരണ ഗ്രന്ഥങ്ങൾക്കുണ്ടാകുന്ന ഒരപജയവും ബാധിക്കാതെ വളരെ സമഗ്രമായ സത്യസന്ധമായ ഒരു ഗ്രന്ഥമായിരിക്കും അള്ളാഹുവിൻ്റെ കലാമ് ആകുന്ന പരിശുദ്ധ ഖുർആൻ. അത് ദൈവീക ഗ്രന്ഥമാണെന്നും അള്ളാഹുവിൻ്റെ വചനങ്ങളാണെന്നും നമുക്ക് ബോധ്യപ്പെടുത്തുന്നതിന് അനേകം മാർഗങ്ങളെ നമ്മളെ മുൻഗാമികൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുർആന്റെ പാരായണം തന്നെ അത് ദൈവിക ഗ്രന്ഥമാണെന്നതിന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിന് അനേകം പേരുകളുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2 പേരുകളാണ്. ഒന്ന് അൽ ഖുർആനുൽ കരീം, മറ്റൊന്ന് അൽ ഫുർഖാനുൽ അദീം. അൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം എന്നാണ്. ഇതുപോലെ ലോകത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥം ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഒരു സെക്കൻഡ് പോലും ഖുർആൻ പാരായണം നടക്കാത്ത സമയത്തെക്കുറിച്ച് ഒരാൾക്കും ആലോചിക്കാൻ പോലും സാധ്യമല്ല. അങ്ങനെ നിരന്തരം ഓതിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. ആ പേര് ഖുർആനിന്റെ പാരായണ പഠനത്തിന്റെ പ്രാധാന്യവും മറ്റും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് SSF തർത്തീൽ എന്ന് പറയുന്ന ഈ മത്സര പരിപാടി പ്രധാനമായും പരിശുദ്ധ ഖുർആനിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അൽ ഫുർഖാനുൽ അദീം എന്നാണ് രണ്ടാമത്തെ പ്രസിദ്ധമായ പേര്. അൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനം എന്നാണ്. അത് പരിശുദ്ധ ഖുർആൻ തുറന്നു വെക്കുന്ന ആശയപ്രപഞ്ചത്തെ സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വച്ച വിശാലമായ വൈജ്ഞാനിക ലോകമുണ്ട്. ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശങ്ങളുണ്ട്. ആ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാണിച്ച ദർശനങ്ങളുണ്ട്. ആ ദർശനങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം പരിശുദ്ധ ഖുർആനിനെ പാരായണ ശാസ്ത്രത്തിന്റെ രീതിയിലും ആശയ പഠനത്തിന്റെ രീതിയിലും നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 അർത്ഥത്തിലും വിശുദ്ധ ഖുർആനിൽ അമാനുഷികത നമുക്ക് ദർശിക്കാൻ കഴിയും. ഖുർആനിന്റെ പാരായണം മറ്റൊരു ഗ്രന്ഥത്തിന്റെ പാരായണവും പോലെയല്ല. നിങ്ങൾ നോക്കൂ, ഫാത്തിഹ സൂറത്ത് എത്ര 1000 തവണ നമ്മൾ ഓരോരുത്തരും ഓതിയതാണ്, കേട്ടതാണ്. പക്ഷേ ഖിറാഅത്ത് അറിയുന്ന ഒരാള് ഫാത്തിഹ പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തരിച്ചു നിന്നു പോകും. മടുപ്പില്ലാതെ കേൾക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. വേറെ ഏത് പാട്ടാവട്ടെ, പദ്യമാവട്ടെ,
ഒരു 10 വട്ടം നമ്മൾ പാടിയതോ കേട്ടതോ ആണെങ്കിൽ പിന്നെ ഒരാളത് പാടാൻ നിന്നാൽ നമ്മൾ അവിടുന്ന് എഴുന്നേറ്റ് പോകും. വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല, അതിനൊരു പ്രത്യേക മധുരമാണ്. എത്ര മനപ്പാടമുള്ളതും നമ്മൾ ഓതി തഴമ്പിച്ചതാണെങ്കിലും നന്നായി ഓത്തറിയുന്ന ഒരാൾ ഖുർആൻ ഓതിയാൽ ആരും അതിലേക്ക് ആകൃഷ്ടരായി പോകും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധുരതരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു. ആദ്യകാലത്തെ പ്രബോധന രീതി തന്നെ വിശുദ്ധ കഅബയുടെ പരിസരത്തിരുന്ന് നബിതങ്ങൾ ഖുർആൻ ഓതലാണ്. ആ പാരായണം കേട്ട് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടും, അവരിങ്ങനെ അത്ഭുതപ്പെടും. പല ആളുകളും ആ സ്പോട്ടിൽ തന്നെ കെലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരും. അങ്ങനെ എത്രയോ പ്രമുഖരായ ആളുകളും ആൾക്കൂട്ടങ്ങളും പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഖുർആനിന്റെ പാരായണം കേട്ടു വന്നിട്ടുണ്ട്. കാരണം അത് സാധാരണ ഒരു ഗ്രന്ഥം വായിക്കുന്നത് പോലെയല്ല, അത് ഗദ്യമല്ല, അത് പദ്യവും അല്ല. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞത് കാണാം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം പദ്യം പഠിപ്പിച്ചിട്ടില്ല, പാട്ടു പഠിപ്പിച്ചിട്ടില്ല. പാട്ടുപാടുക എന്നത് നബിതങ്ങളെപ്പോലുള്ള ഒരു മഹാന് യോജ്യവും അല്ല. പിന്നെ എന്താണത്? ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് ഉത്ബോധന ഗ്രന്ഥമാണ്, മനുഷ്യനെ ബോധവൽക്കരിക്കുന്ന കിതാബാണ്. അതോടൊപ്പം വഖുർആനും മുബീൻ, വ്യക്തമായി പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥവുമാണ്. ഖുർആൻ പാരായണ ശാസ്ത്രം തജ്വീദ് എന്ന് പറഞ്ഞൊരു സംഗതി, അത് ഖുർആനും മുബീൻ, വ്യക്തമായ പാരായണം. ഒരിക്കലും കേൾക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ആശയമോ അർത്ഥമോ തെറ്റാതെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലാണ് ഖുർആന്റെ പാരായണ രീതി. തജ്വീദിന്റെ നിയമങ്ങൾ ഓരോന്നും വെച്ചത് അതിനാണ്. ഇപ്പൊ നമ്മൾ മദ് ചെയ്യുന്നു, വസ്സമാഇ ദാത്തിൽ ബുറൂജ്. സമാ അലിഫിന് പിറകെ അംസ് വന്നാൽ ആ അലിഫിനെ നീട്ടി ഓതണം. അതെന്തിനാ? അത് നീട്ടാതെ ഓതിയാൽ ആ അംസ് നമുക്ക് അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ അക്ഷരം ഏതാണ് എന്നറിയാതെ കേൾവിക്കാരൻ അന്തം വിട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് പാരായണം കേൾക്കുന്ന ഒരാൾക്ക് കൃത്യവും വ്യക്തവുമായി മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഈ പാരായണ ശാസ്ത്രം അതിന് വെച്ചത്. അതുകൊണ്ട് തന്നെ വേറെ ഒരു ഗ്രന്ഥത്തിനും ഖുർആൻ പാരായണ രീതിയിലുള്ള ഒരു പാരായണമില്ല. അത് ഖുർആനിന്റെ ഒരു സവിശേഷതയാണ്. ഞാൻ മുമ്പ് കാലത്ത് കോഴിക്കോട് ജില്ലയിലെ വടകര പ്രദേശങ്ങളിലൊക്കെ വയലു പറയാൻ പോകുമ്പോൾ അവിടെ ഹൈന്ദവ സഹോദരനായ ബാബു എന്നൊരാളാണ് അധിക സ്ഥലത്ത് എന്നാലും ഓപ്പറേറ്ററായിട്ടുണ്ടായി. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ആ വയലിൻ്റെ മുമ്പിടുന്ന ഒരു കാസറ്റ് ഉണ്ടല്ലോ, അന്ന് കാസറ്റിന്റെ കാലം, അതൊരു ഭയങ്കര സംഗതി തന്നെ കേട്ടോ, അത് കേൾക്കാൻ നല്ല സുഖാണ് എന്ന് പറഞ്ഞു. അതേതാ? ഓത്തിന്റെ കാസറ്റാ. ബാബുവിന് അതിന്റെ അർത്ഥം അറിയില്ല, ഇത് ഖുർആനാണെന്ന് പോലും അറിയില്ല. പക്ഷെ അയാൾ പറയാണ് അതിന് വല്ലാത്തൊരാകർഷണീയതയാണ്, അത് ഖുർആനിന്റെ പാരായണ പ്രത്യേകതയാണ്. ആ പാരായണം കേട്ടുകൊണ്ടാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതേ പാരായണം കേട്ടുകൊണ്ട് എത്രയെത്ര മഹാന്മാരാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നത്. തുഫൈൽ ഇബ്നു അംർ, അദ്ദേഹം വലിയൊരു ഗോത്രത്തലവനാണ്, മക്കയിലേക്ക് വന്നു. ആ സമയത്ത് മക്കയിലെ പൗരപ്രമുഖരായ ഖുറൈശികൾ അയാളെ സമീപിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടുപോകാതിരിക്കാനും അവിടത്തെ ദീനിന്റെ സന്ദേശം കേൾക്കാതിരിക്കാനുമുള്ള മുൻകരുതൽ എന്ന നിലക്ക്
തുഫൈൽ ബിൻ അംറിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ദൗസ് ഗോത്രത്തിന്റെ തലവനാണ്. ഇവിടെ മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അയാള് കാബയുടെ പരിസരത്തിരുന്ന് പലതും ചൊല്ലിപ്പറയും. നിങ്ങളത് കേട്ടുപോകരുത്. ഞങ്ങളെ നാട്ടിൽ ചിലരത് കേട്ടപ്പോൾ അവരതിൽ ആകൃഷ്ടരായി. അതിൻ്റെ പേരിൽ ഈ നാട്ടിൽ വലിയ കുഴപ്പം നടക്കുകയാണ്. ജനങ്ങളൊക്കെ രണ്ട് ചേരിയായി. അതിനാൽ ഇതാ ഈ പഞ്ഞി നിങ്ങളെ ചെവിയിൽ തിരുകണം. നിങ്ങൾ തവാഫ് ചെയ്യുന്ന സമയത്ത് ആ സൈഡിന്നെങ്ങാനും മുഹമ്മദ് ഖുർആൻ ഓതുകയാണെങ്കിൽ അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ദൗസ് ഗോത്രത്തിന്റെ തലവനായ തുഫൈൽ ബിൻ അംറിന്റെ ചെവിയിൽ പരുത്തി വെച്ചു കൊടുത്തുകൊണ്ട് ഇവർ തവാഫ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം 1-2 റൗണ്ട് ഇങ്ങനെ തവാഫ് ചെയ്തപ്പം അപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. ഇത് ചവിട്ടിലുള്ളതുകൊണ്ട് ശരിക്ക് കേൾക്കണില്ല. അപ്പം മൂപ്പര് ചിന്തിച്ചു, ഞാൻ എന്ത് പോയത്തക്കാരനാ, ഇവര് തരുന്ന പഞ്ഞി വെച്ച് അടക്കണ്ടുണ്ടോ? ഞാൻ കേട്ടുവൊക്കെ, ഞാൻ വിവേകമുള്ള മനുഷ്യനല്ലേ, കേട്ടിട്ട് ഇത് പറ്റണതാണെങ്കിൽ സ്വീകരിക്കണം, പറ്റാത്തതാണെങ്കിൽ തള്ളണം, അതിനുള്ള വിവേകം എനിക്കില്ലേ എന്ന് പറഞ്ഞ് ഈ പഞ്ഞി ചവിട്ടുന്ന് വലിച്ചെറിഞ്ഞ് അതാ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖുർആൻ പാരായണം കേൾക്കുകയാണ്. അയാൾ അന്തം വിട്ട് തരിച്ചു നിന്നുപോയി. കുറച്ചു നേരം ഇങ്ങനെ ആ വശ്യസുന്ദരമായ പ്രവാചകരുടെ ഖുർആൻ പാരായണം കേട്ട് അവിടുന്ന് അദ്ദേഹം പറയുകയാണ്, ഫലാ വല്ലാഹി മാ സമീഅതു ഖൗലൻ ഖത്തു അഹ്സന മിൻഹു വലാ അഅദല മിൻഹു. പടച്ചവനാണ് സത്യം, ഇതിനേക്കാൾ നീതിയിലധിഷ്ഠിതമായ, ഇതിനേക്കാൾ സൗന്ദര്യമുള്ള ഒരു വാക്കുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഖുറൈശികൾ പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ്, ഇതൊരു സാധാരണ മനുഷ്യന്റെ സംസാരമല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് എന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. ആ സ്പോട്ടിൽ അവിടുന്ന് ഇസ്ലാം സ്വീകരിക്കാൻ. അങ്ങനെ അദ്ദേഹം തൻ്റെ ഗോത്രത്തിലേക്ക് മടങ്ങിപ്പോയി. ആ ഗോത്രക്കാർ മുഴുവനും പിന്നെ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇത് ഖുർആനിന്റെ പാരായണത്തിലുള്ള അമാനുഷികതയാണ്. നജ്റാനിൽ നിന്ന് 20 ക്രിസ്ത്യൻ നേതാക്കൾ മക്കയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കണ്ടുമുട്ടി. അള്ളാഹുവിന്റെ റസൂൽ അവർക്കതാ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ്. ഖുർആൻ പാരായണം കേട്ടപ്പോഴേക്ക് അവരെല്ലാം കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളമൊഴുക്കിക്കൊണ്ട് കരയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകരാണെന്ന് അവർ വിശ്വസിക്കുകയും ഇസ്ലാമിൽ അംഗത്വമെടുക്കുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ അബൂജഹിൽ ഓടി വന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ എത്ര ധൃതിയിലാണ് അദ്ദേഹത്തിന്റെ മതം സ്വീകരിച്ച്, നിങ്ങൾ എത്ര പൊട്ടന്മാരാണ്, നിങ്ങളുടെ മതമാണ് ഇതിനേക്കാൾ നല്ലത്, നിങ്ങൾ നിങ്ങളെ മതത്തിൽ തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞു. ആ വന്നവര് പറഞ്ഞു, അതെ, ഇത് ഞങ്ങളെ മതത്തിന്റെ പൂർത്തീകരണത്തിന് വന്ന ആള് തന്നെയാണ്, ഇത് രണ്ടും ഒന്നാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മതം, ഞങ്ങൾക്ക് ഞങ്ങളെ മതം എന്ന് പറഞ്ഞ് അബൂജഹലിനെ അവര് തള്ളുകയും പ്രവാചകരെ വിശ്വസിച്ച് ഇസ്ലാമിൽ അംഗത്വമെടുക്കുകയും ചെയ്യുകയാണ്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ വശ്യമായ സവിശേഷകരമായ പാരായണത്തിലെ പ്രത്യേകത കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ എതിരാളികൾ അന്ന് പ്രഖ്യാപിച്ചതെന്താ? വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. സത്യനിഷേധികൾ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ കേട്ടുപോകരുത്, ഖുർആൻ കേട്ടാൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടും, അതുകൊണ്ട് അത് കേൾക്കാൻ പാടില്ല. വൽഗൗ ഫീഹി ലഅല്ലക്കും തഗ്ലിബൂൻ. മുത്തുനബി തങ്ങൾ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ പോയി ബഹളം വെക്കണം, ഒച്ചപ്പാടുണ്ടാക്കണം, കൂക്ക് വിളിക്കണം, എന്നാലേ നിങ്ങൾക്ക് ജയമുള്ളൂ. ആ തലത്തിലേക്ക് അവരെ ചിന്തിപ്പിച്ചത് എന്തുകൊണ്ടാ? ഖുർആനിന്റെ ആശയങ്ങളൊന്നും കേട്ടിട്ടില്ലെങ്കിലും ആ പാരായണത്തിന് തന്നെ ഒരു സവിശേഷമായ അമാനുഷികമായ സിദ്ധിയുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഹൃദ്യമായി പാരായണം ചെയ്യാൻ, ശ്രവണസുന്ദരമായ രീതിയിൽ ഓതാൻ
എല്ലാവരും പഠിക്കണം. നബിതങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഖുർആൻ ഓതുമ്പം നല്ല ഈണത്തിലും രാഗത്തിലും ഖുർആൻ ഓതാൻ ശീലിക്കണം. അത് ഖുർആനോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനത്തിന്റെ കൂടി ഭാഗമാണ്. അതൊരൊഴുക്കം മട്ടില് ഓതിപ്പോകുന്ന രീതി ഒഴിവാക്കി പരമാവധി തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ച് നമുക്ക് ഖുർആൻ ഓതണം. അത് ഖുർആനിന്റെ സവിശേഷത അംഗീകരിക്കലും അതിന്റെ ബഹുമാനത്തെ അംഗീകരിക്കലുമാണ്. അതേ സമയത്ത് പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അതൊരു മഹാപ്രപഞ്ചമാണ്. ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. ഒരു മഹാപ്രപഞ്ചമാണ് ഖുർആൻ. അതിൻ്റെ ഓരോ പ്രയോഗങ്ങളും നമുക്ക് വലിയ വലിയ പ്രബന്ധങ്ങൾ ആവശ്യമായി വരുന്ന കാര്യമാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കുല്ലു കാനൽ ബഹറു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ. ഇന്ന് ഈ ഭൂമിയിലുള്ള മുഴുവൻ കടലുകളെയും മഷിയാക്കി മാറ്റുകയും ആ കടലുകളുടെ അത്ര തന്നെ വീണ്ടും കൊണ്ടുവരികയും ചെയ്ത് ലോകത്തുള്ള മുഴുവൻ മരങ്ങളും മുറിച്ച് അതുകൊണ്ട് നമ്മൾ കലമുണ്ടാക്കി പേനയുണ്ടാക്കി പരിശുദ്ധ ഖുർആനിന്റെ ആശയം നമ്മൾ എഴുതാൻ ശ്രമിച്ചാലും അത് തീർന്നു പോകുകയല്ലാതെ ഖുർആനിന്റെ ആശയത്തെ എഴുതി തീർക്കാൻ കഴിയില്ല. അത്ര വലിയ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പരിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകളും. നമ്മൾ ചിന്തിക്കാത്ത അർത്ഥതലങ്ങളും ആഴവും പരപ്പും അതിനുണ്ടാവും. ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം പറയാം. വിശുദ്ധ ഖുർആനിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പ്രയോഗം കാണാം. ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ. ഹുന്ന, ആ ഭാര്യമാർ, ലിബാസുല്ലക്കും, നിങ്ങളുടെ വസ്ത്രങ്ങളാണ്, വ അൻതും ലിബാസുല്ലഹുൻ, നിങ്ങൾ അവർക്കും ഉള്ള വസ്ത്രങ്ങളാണ്. ഒരു സാധാരണക്കാരായ നമ്മൾ കേട്ട എന്താപ്പത്? പണ്ടൊക്കെ ഞങ്ങൾക്ക് സ്കൂൾ പഠിക്കണ കാലത്ത് 10ാം ക്ലാസ്സിൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പുസ്തകത്തിൽ എഴുതി കൊടുക്കുക. അപ്പൊ അന്നൊക്കെ എഴുതാറുള്ളത് പിരിഞ്ഞു പോവാണല്ലോ, അപ്പൊ നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ഒരു കഞ്ഞി സാഹിത്യമാണ് അന്ന്. അല്ലെങ്കിൽ നീ ഇല്ലാത്ത ജീവിതം എനിക്ക് കുടുക്കില്ലാത്ത കുപ്പായം പോലെയാണ് എന്നൊക്കെയാണ് അന്ന് ആട്ടുംകൊട്ടുമൊക്കെ ബന്ധത്തെ സൂചിപ്പിക്കാനുള്ള ഉപമ പറയാം. ഇവിടെ ഖുർആൻ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ ഉപമിക്കാൻ കണ്ടെത്തിയത് ലിബാസ് എന്ന സാധനമാണ്. അറബി ഭാഷയിൽ ലിബാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശരീരത്തിൽ ധരിച്ച വിധത്തിലുള്ള വസ്ത്രമാണ്. അയലുമൽ തൂക്കിയിട്ടതാണെങ്കിൽ അതിന് സൗബ് എന്നാണത്രേ പറയാം. ശരീരത്ത് ധരിക്കുമ്പോഴാണ് ലിബാസ് എന്ന് പറയാം. അപ്പൊ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രം പോലെയാണ് ഭാര്യയും ഭർത്താവും പരസ്പരം എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെ വസ്തുക്കൾ ഇവിടെ ഉണ്ട്, അതിനോടൊന്നും ഖുർആൻ ഉപമിച്ചില്ലല്ലോ. വാഹനം എല്ലാവർക്കും ആവശ്യമുള്ളൂ ആഗ്രഹമുള്ളൂ അല്ലേ? നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വാഹനമാണ്, നിങ്ങൾ അവരെയും വാഹനമാണെന്ന് പറഞ്ഞില്ല. വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്, അതും ഉദാഹരിച്ചില്ല. അതേപോലെ തന്നെ ഭക്ഷണം, വേറെ എന്തെല്ലാം സാധനങ്ങളുണ്ട് നമുക്ക് താല്പര്യമുള്ള, അതിനോടൊന്നും ഉപമിക്കാതെ ഈ ലിബാസിനോട് ഉപമിച്ചതിൽ എന്താണുള്ളത്? അതിൽ പല അർത്ഥങ്ങളുമുണ്ട്. ലിബാസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? ഒന്ന്, കാണാൻ പറ്റാത്തതൊക്കെ മറച്ചു വെക്കാനാണ് അല്ലേ? മൂടി വെക്കണ്ടൊക്കെ മൂടി വെക്കാനല്ലേ? പുറത്ത് കാണിക്കാൻ പറ്റാത്തതൊക്കെ മറച്ചു പിടിക്കാനാണ് നമ്മൾ ലിബാസ് ഉപയോഗിക്കുന്നത്. അപ്പം ഭാര്യ നിങ്ങളുടെ ലിബാസാണ്, നിങ്ങൾ അവരെയും ലിബാസാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിലെ സ്വകാര്യതകൾ രണ്ടുപേരും മാനിക്കണം. അത് പുറത്തു പറയാൻ പാടില്ല. ഭർത്താവിൻ്റെ പോരായ്മകൾ അയൽ വീട്ടിൽ ചെന്ന് പറയുന്ന പെണ്ണിനെ അള്ളാന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. ചില പെണ്ണുങ്ങളുണ്ട്, റസൂല പറയാ കോന്തല വലിച്ചിട്ട്, അന്നൊക്കെ തുണിയെടുക്കുമ്പോഴേ കോന്തല അങ്ങോട്ട് വലിച്ചിടും. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അയൽവക്കത്തെ പൊരയെ പോയിട്ട് മൂപ്പര് അങ്ങനെയാണ് മൂപ്പര് ഇങ്ങനെയെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ കുറ്റം പറയാ. ഇതുപോലെ ഭാര്യയുടെ പോരായ്മകളും
പ്രശ്നങ്ങളും ചങ്ങാതിമാരോടോ പള്ളിക്കമ്മിറ്റിക്കാരോടൊക്കെ ഇങ്ങനെ പോയി സംസാരിക്കുന്ന മണ്ടന്മാരുണ്ട്. ഇത് ഒരിക്കലും പാടില്ല. നമ്മൾ ജീവിക്കുന്ന ഈ മാസം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തെ സ്മരിക്കുന്ന മാസമാണ്, ഹജ്ജിന്റെ മാസമാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇടക്ക് മക്കയിലേക്ക് കുടുംബത്തെ കാണാൻ ചെന്ന സമയം വളർന്നു വലുതായ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം ജുർഹും കബീലയിൽ നിന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ വീട്ടിലേക്ക് അതാ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി നാട്ടിലില്ല. മക്കയിൽ വന്നു നോക്കുമ്പം വീട്ടിലെത്തിയപ്പോൾ അവിടെ മകനെ കാണുന്നില്ല, ഒരു പെൺകുട്ടിയെ കാണുന്നു. അവളോട് ചോദിച്ചു, നീ ആരാണ്? അവൾ പറഞ്ഞു, ഞാൻ ഇസ്മായിലിന്റെ ഭാര്യയാണ്. ഇസ്മായിൽ എവിടെ പോയി? അവർ പറഞ്ഞു, വേട്ടയാടാൻ പോയതാണ്, ഭക്ഷണം തേടി പോയതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാണെന്നൊന്നും പറഞ്ഞില്ല. ആ പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങളെ ജീവിതമൊക്കെ എങ്ങനെയാ, റാഹത്തല്ലേ? അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, എന്ത് റാഹത്ത്, ഇവിടെ കുടിക്കാൻ പോയി വെള്ളമുണ്ട്, സംസം വെള്ളം, പിന്നെ വേട്ടയാടി കൊണ്ടുവരുന്ന ഈ മൃഗത്തിന്റെ മാംസം, ഇതാണ് ഇവിടെ ആകെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, വലിയ അടങ്ങറാണ്, വിഷമാണ് എന്ന് പറഞ്ഞു. ഒരു പരിചയമില്ലാത്ത ആളോട്, അമ്മോശനാന്നുള്ളൊന്നും ഓളറിയില്ല, ഒരു പരിചയമില്ലാത്ത ആളോട് കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളൊക്കെ എണ്ണി ഇങ്ങനെ പറഞ്ഞപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മനസ്സിലായി, ഇതൊരു നല്ല ലക്ഷണമുള്ള സ്ത്രീയല്ല. ഇബ്രാഹിം നബി മറിച്ചൊന്നും പറഞ്ഞില്ല, തന്നെ കുറിച്ചൊന്നും വിവരിച്ചില്ല. ആ പെൺകുട്ടിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവ് വന്നാൽ ഇങ്ങനെ ഒരാളിവിടെ വന്നിരുന്നു എന്ന് പറയണം. അതോടൊപ്പം തന്നെ വീടിന്റെ വാതിലിന്റെ ഉമ്മറപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറയണം. അത് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാം വന്നപ്പം ഭാര്യ എല്ലാ വിഷയങ്ങളും അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരാൾ വന്നു ചോദിച്ചു, പറഞ്ഞതൊക്കെ. അവസാനം വാതിലിന്റെ ഉമ്മരപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യണം, അൽഹിഖീ ബി അഹ്ലികി, നീ വേഗം നിന്റെ വീട്ടിലേക്ക് പോകണം. ആ വന്ന ആരാ ഞങ്ങൾക്ക്? അതിന്റെ വാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. കാരണം അള്ളാന്റെ റസൂലാ. അള്ളാന്റെ റസൂൽ ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ എനിക്കതിൽ അപ്പീലില്ല, നടപ്പാക്കൽ നമുക്ക് നിർബന്ധ. ആ പറഞ്ഞതിന്റെ അർത്ഥം ഉമ്മരപ്പടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്നെ തൊലാക്ക് ചെല്ലണം എന്നാണ്. അതുകൊണ്ട് ഈ പോവല്ലാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. എന്താ അതിന്റെ കാരണം അറിയാം? ഇതാ, നമ്മൾ ലിബാസ് പോലെയാണ്. ജീവിതത്തിൽ സന്തോഷവും ദുഃഖമൊക്കെ മാറി മറിഞ്ഞും വരും. അത്തരം ഘട്ടങ്ങളിൽ ഭർത്താക്കന്മാരെ പോരായ്മയോ ഭാര്യയുടെ ന്യൂനതകളോ അത് പുറത്തു പറഞ്ഞ് നടക്കുന്ന സ്വഭാവം ഒരു നല്ല ഭാര്യക്കും ഭർത്താവിനും ഉണ്ടാൻ പാടില്ല. ഉന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുൻ, നിങ്ങൾ പരസ്പരം വസ്ത്രം പോലെ മറച്ചു പിടിക്കേണ്ടതൊക്കെ മറച്ചു വെക്കണം. ഈ പ്രയോഗത്തിന്റെ രണ്ടാമത്തെ ഒരു അർത്ഥതലം എന്താണ്? വസ്ത്രവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അവിടെ രഹസ്യമില്ല, പരസ്യമില്ല. ശരീരത്തിന്റെ എല്ലാ രഹസ്യ ഭാഗങ്ങളെയും തൊട്ടുരുമി വാരിപ്പുണർന്ന് ചേർന്ന് നിൽക്കാൻ അധികാരമുള്ള ഭൂമിയിലെ ഒരേ ഒരു സാധനം ഏതാണ്? ലിബാസാണ്. നമ്മളെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒട്ടിപ്പിടിക്കാൻ ഈ വസ്ത്രത്തിന് സ്വാതന്ത്ര്യമുള്ളതുപോലെ വഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുൻ, നിങ്ങളെ ഭാര്യമാർക്ക് നിങ്ങളെ അടുത്ത് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് അവരുടെ അടുത്തും സ്വാതന്ത്ര്യമുണ്ട്. അവിടെ രഹസ്യങ്ങളില്ല. ഒരു വസ്ത്രം പോലെ വാരിപ്പുണർന്ന് ചേർന്ന് നിൽക്കാൻ ഭാര്യക്കും ഭർത്താവിനും അവസരമുണ്ട്. എത്ര മനോഹരമായ ഉപമയാണ് ഇത്. വാഹനത്തെക്കുറിച്ച് പറഞ്ഞാലോ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞാലോ ഈ ഒരു അർത്ഥതലം നമുക്കൊരിക്കലും കിട്ടുകയില്ല. മൂന്നാമതായി വസ്ത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, എല്ലാ സമയത്തും നമ്മളെ കൂടെ ഉണ്ടാകുന്ന സാധനം. നമ്മൾ ഉറങ്ങുകയാണെങ്കിലും വസ്ത്രം ഉണ്ടാവും, കുളിക്കുകയാണെങ്കിലും വസ്ത്രം ഉണ്ടാവും, യാത്ര പോകുമ്പം വസ്ത്രമുണ്ടാകും. എന്തിനേറെ മരിച്ചു പിരിഞ്ഞാലും ആഭരണങ്ങളൊക്കെ ഊരിവെച്ചാലും ഖബറിലേക്ക് നമ്മളോടൊപ്പം വരുന്ന ഒരേ ഒരു വസ്തു അത് ലിബാസാണ്, വസ്ത്രമാണ്. ഇതുപോലെ മനുഷ്യനുമായി ബന്ധമുള്ള വേറെ ഒരു സാധനം ഭൂമിയിലില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ വിദേശത്ത് പോയാലും നാട്ടിലില്ലെങ്കിലും ഭാര്യ നമ്മളെ മനസ്സിലുണ്ട്, ഭർത്താവ് ഭാര്യയുടെ ഹൃദയത്തിലുണ്ട്. അവര് വേർപിരിയാത്ത വിധം എപ്പോഴും ബന്ധമുള്ളവരായിരിക്കണം. ഇതാണ് അതിൻ്റെ മറ്റൊരർത്ഥമെങ്കിൽ നാലാമത്തൊരാശയം, വസ്ത്രം നമുക്കൊരലങ്കാരമാണ്, അഭിമാനമാണ്. അല്ലെ, നല്ലൊരു വസ്ത്രം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും ഒന്ന് പോയില്ലേ ബുദ്ധിമുട്ടാ. പെണ്ണുങ്ങൾക്ക് നിങ്ങൾ പുതിയൊരു ഉടുപ്പ് വാങ്ങിയെടുത്ത് നോക്കി, ഒന്നുമില്ലെങ്കിൽ ഒരു തലവേദന ഉണ്ടോന്ന് ഡോക്ടറെ കാണാൻ പോകണം അറിയുള്ളൂ. എന്തിനാ? അതൊന്നും ഉടുത്ത് പോകാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഒരു വസ്ത്രം ധരിക്കുക എന്നുള്ള ഒരു അഭിമാനാണ്, ഒരലങ്കാരം. ഇതുപോലെ ഓരോ ഭാര്യക്കും തൻ്റെ ഭർത്താവ് അഭിമാനമാകണം, ഭാര്യ ഭർത്താവിന് അഭിമാനമാകണം. അതിനനുസൃതമായ സൽസ്വഭാവികളായവര് മാറണം. ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോയാൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇമാം ബുസൂരി റഹിമഹുല്ലാ പറഞ്ഞത്, ലഹാ മഅനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. പരിശുദ്ധ ഖുർആനിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഏതുപോലെ കടലിലെ തിരമാല കണക്കെ. തിരമാല ഒന്ന് വന്നാൽ അത് നിൽക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല, ഉടനെ 2 വരും, ഉടനെ 3 വരും. ഇങ്ങനെ ഖുർആന്റെ ആശയങ്ങളെ വിശകലനം ചെയ്യാൻ പോയാൽ നമുക്ക് കാണാ. തഫ്സീറുകൾ എടുത്തു നോക്കുക. ഇമാം ഖുർത്തുബി റളിയല്ലാഹുവിന്റെ തഫ്സീറൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരായത്തങ്ങോട്ട് ഉദ്ധരിച്ചിട്ട് പറയും, ഇതില് 50 വിഷയങ്ങളുണ്ട്. എന്നിട്ട് 1, 2, 3 ഇങ്ങനെ നമ്പറിട്ട് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വേറെ കിതാബുകളിൽ ആ പറഞ്ഞതല്ലാത്ത വേറെ 50 പറയാണ്. തിരമാല കണക്ക് ഒന്നിന് പിറകെ ഒന്നായി. പരിശുദ്ധ ഖുർആനിന്റെ ഓരോ വചനങ്ങൾക്കും നമുക്ക് ആശയങ്ങളെ കണ്ടെത്താൻ കഴിയും. ഒരു പിഴവ് പോലും അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിറക്കി. അസ്ഹാബുൽ കഹ്ഫ് എത്ര കാലമാണ് അവര് ആ ഗുഹയിൽ താമസിച്ചത് എന്ന് ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ ചോദിച്ചപ്പോൾ അല്ലാഹു അതാ ആയത്തിറക്കുന്നു. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദു 9. വലബിസൂ ഫീ കഹ്ഫിഹിം, അസ്ഹാബുൽ കഹ്ഫിന്റെ ചെറുപ്പക്കാര് അവരെ മാളത്തിൽ താമസിച്ചു. 300 സിനീൻ, 300 കൊല്ലം. അതൊരു ഫുൾ സ്റ്റോപ്പാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, വസ്ദാദു, അവർ എക്സ്ട്രാ എടുത്തു, 9 കൊല്ലം കൂടി. എന്തിനാ അപ്പൊ അങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞതെന്ന് തോന്നൂലേ? 309 എന്ന് പറഞ്ഞാ പോരെ. 300 കൊല്ലം താമസിച്ചു എന്ന് പറഞ്ഞ് വീപ്പൊക്കെ അയച്ചിട്ട് പിന്നെ വസ്ദാദു 9, ഒരു 9 കൊല്ലം കൂടി എക്സ്ട്രാ താമസിച്ചു എന്ന് പറഞ്ഞു. ഈ ആയത്തിറങ്ങിയപ്പം ആ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഞങ്ങളെ വേദഗ്രന്ഥങ്ങളിലൊക്കെ 300 എന്നേ ഉള്ളൂ, എവിടുന്നാണ് ഈ 9 കിട്ടിയത്? അങ്ങനെ 9 പിന്നെ എക്സ്ട്രാ വന്നു. അവര് പറഞ്ഞു ഖുർആന് പഴച്ചു. സഹോദരങ്ങളെ, ഖുർആന് പഴച്ചതല്ല. ഖുർആൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത് 2 വർഷഗണനക്കനുസരിച്ചാണ്. ഒന്ന്, സൂര്യവർഷത്തിന്റെ കോലമനുസരിച്ച് എണ്ണിയാൽ അത് മുൻ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതുപോലെ 300 കൊല്ലം തന്നെയാണ്. എന്നാൽ ചാന്ദ്രിക വർഷമനുസരിച്ചാണ് ഇവിടെ ദിവസം എണ്ണുന്നതെങ്കിലോ അത് 309 കൊല്ലമാണ്. അതെങ്ങനെയാണ്? അറബി അഥവാ ചന്ദ്രവർഷവും സൂര്യവർഷവും തമ്മിൽ ഒരു കൊല്ലത്തിൽ 11 ദിവസത്തിന്റെ വ്യത്യാസം. ചന്ദ്രവർഷം 11 ദിവസം കൂടുതലായിരിക്കും. ആ 11നെ നമ്മൾ 300 കൊണ്ട് ഗുണിച്ചാൽ, അല്ലെങ്കിൽ 300നെ 11 കൊണ്ട് ഗുണിച്ചാൽ 9 കൊല്ലം കിട്ടും. അപ്പം 300 കൊല്ലം എന്ന് പറഞ്ഞത് ശരിയാണ്, അത് സൂര്യവർഷം അനുസരിച്ചാണ്. 309 എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്, അത് ചന്ദ്രവർഷം അനുസരിച്ചാണ്. ഒരക്ഷരം എഴുതാൻ അറിയാത്ത, ഒരു പുസ്തകം അതുവരെ വായിച്ചിട്ടില്ലാത്ത, ആടിനെ മേച്ച് നടന്നിരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന നിരക്ഷരനായ വ്യക്തിക്ക് സ്വന്തം വകയിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥം അവതരിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല ഇല്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ഇന്നഹു ലകിതാബുൻ അസീസ്. ഇത് അതിശക്തമായ ഗ്രന്ഥമാണ്. ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി. ഒരു വഴിയിലൂടെയും പരിശുദ്ധ ഖുർആനിലേക്ക് അസത്യം കടന്നു വരികയില്ല. കാരണം തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. സ്തുത്യർഹനും തന്ത്രജ്ഞനുമായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണത്. അതിൽ പിഴവ് കണ്ടെത്താൻ കഴിയില്ല. അത് അള്ളാഹുവിന്റെ കലാമാണ്. അങ്ങനെ ഒരു പിഴവുകളുമില്ലാത്ത പരിശുദ്ധമായ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ, ആ ഖുർആൻ നമ്മളെ മുമ്പിലേക്ക് തുറന്നിട്ട ആശയപ്രപഞ്ചം അത് വളരെ വിസ്തൃതമാണ്. ഖുർആൻ പരാമർശിക്കാതെ പോയ ഒരൊറ്റ വിഷയവും നമുക്ക് കാണാൻ പറ്റില്ല. ഗോളശാസ്ത്രം ഖുർആനിലുണ്ട്, വൈദ്യശാസ്ത്രം ഖുർആനിലുണ്ട്, ഭൂമിശാസ്ത്രം ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്, ഗണിതശാസ്ത്രം ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്, സസ്യശാസ്ത്രം ഖുർആനിലുണ്ട്, സാമൂഹ്യ ശാസ്ത്രമുണ്ട്, മനഃശാസ്ത്രമുണ്ട്. ഏതൊക്കെ ഭൗതിക ശാസ്ത്രശാഖകളുണ്ടോ ആ വിഷയങ്ങളിലേക്കൊക്കെ വെളിച്ചം വീശുന്ന പരാമർശം അള്ളാഹുവിന്റെ കിതാബിൽ കാണാം. എന്നാൽ ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമാണോ? അല്ല. ഖുർആൻ ഏതാണ്? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. താൻ ആരാണെന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്നു, തന്റെ സ്രഷ്ടാവ് ആരാണെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നു, തന്നെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് മനുഷ്യനെ തെര്യപ്പെടുത്തുന്നു, തന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് അവനെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ്. ആ വിഷയം പറയുന്നതിൻ്റെ ഇടയിൽ എല്ലാ വൈജ്ഞാനിക വിഷയങ്ങളും പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നു. ഖുർആൻ ചർച്ച ചെയ്ത ഏതെങ്കിലും വിഷയത്തിൽ പിഴവ് പറ്റിയെന്നോ അതങ്ങനെയല്ല എന്നോ തെറ്റിപ്പോയി എന്നോ പറയാൻ ഇന്നുവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ലെന്നു മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ അതിന് കഴിയില്ല. അതുകൊണ്ട് ലോകം ഏത് കാലഘട്ടത്തിലൂടെ കടന്നുപോയാലും ആ കാലം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങൾ എന്താണോ അതിനൊക്കെയുള്ള പരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും.